ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. അപ്പോൾ കേറ്ററ്റ് എക്സാം ആദ്യമായി എഴുതാൻ പോകുന്നവരോട് എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരാൻ ഉള്ളത് എന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷമായി അതിൽ കൂടുതൽ ഞാൻ ഈ കേറ്ററ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓരോ തവണയും കേറ്ററ്റ് എക്സാംസ് നടക്കും, കുറേയധികം കുട്ടികൾ പാസ്സാകും. അതിൽ ചിലവർ ആദ്യമായിട്ട് പഠിക്കുന്നവരായിരിക്കും, അതിൽ ചിലവർ കുറേ വർഷം എഴുതുന്നവരായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കുട്ടികളെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട. ഇപ്പം നിങ്ങൾ ചിലപ്പം കേൾക്കാൻ പോകുന്നത് കേറ്ററ്റല്ലേ, അത് കുറച്ച് തവണയൊക്കെ എഴുതണം, എന്നിട്ടാണിത് പാസ്സാകാൻ പോകുന്നത് എന്നൊക്കെയുള്ള വാക്കുകളായിരിക്കും. ഒന്നുമില്ലെന്നേ, നമ്മൾ എങ്ങനെ ഈ പരീക്ഷയെ സമീപിക്കുന്നു, ഇതിൻ്റെ പേഴ്സൻറ്റേജ് 17% അല്ലെങ്കിൽ 17% ബിലോ ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതിനെ സിലബസ് മനസ്സിലാക്കി ഒരു അല്പം ബുദ്ധിയോടുകൂടി സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാവുന്നതേ ഉള്ളൂ. അത് ഏത് കാറ്റഗറി ആണെങ്കിലും, അപ് ടു K3 വരെയുള്ള ഏത് കാറ്റഗറി ആണെങ്കിലും പഠനം സിസ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് പാസ്സാകാൻ സാധിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് ബി കോൺഫിഡൻറ്റ്. ഓക്കെ, ബി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കേണ്ട. ഒരുപാട് കുട്ടികളെ എനിക്കറിയാം ആദ്യത്തെ പരീക്ഷ വന്ന് എഴുതുന്നു, സക്സസ് ആയിട്ട് മാറുന്നു. പിന്നീട് ഇനി ഈ പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കുറേ പരാജയങ്ങൾ പറ്റിയവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഈ വീഡിയോയിൽ പറയുന്ന കണ്ടൻറ്റ് കറക്റ്റാണ്. നിങ്ങൾ ആരെയും കേൾക്കാതെ സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കുക. രണ്ടാമത്തത് പരീക്ഷയുടെ വലിപ്പം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങളൊരു റാങ്ക് ഫെയിൽ മാത്രം വായിച്ചിട്ട് ഈ പരീക്ഷയെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ സമയത്ത് ഇത് പാസ്സാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ട് എന്ന് വിചാരിച്ചാൽ 150 മാർക്കിൻ്റെ പരീക്ഷയാണ്. നിങ്ങളിപ്പോൾ BEdനോ TTAക്കോ പഠിക്കുന്ന DLEdനോ പഠിക്കുന്ന കുട്ടിയാണ് എങ്കിലും നിങ്ങൾ കോളേജിൽ പഠിക്കാത്ത കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിക്കും. അവിടെ നിങ്ങൾ സൈക്കോളജി ആയിരിക്കും പഠിക്കുന്നത്, പക്ഷേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ലാംഗ്വേജ് പഠിക്കണം. മലയാളം കേറ്ററ്റ് കാറ്റഗറി 1ഉം 2ഉം ഉള്ളവരാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് പഠിക്കണം, EVS പഠിക്കണം, അല്ലെങ്കിൽ സയൻസ് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പുറത്തു നിന്നും പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഗ്രാമർ അറിഞ്ഞ് ആ വിഷയങ്ങൾ പഠിക്കുമ്പം സിലബസിലുള്ളത് മാത്രമല്ല അവിടെ ചോദിക്കുന്നത്. നോൺ ഗ്രാമർ ആയാലും ഗ്രാമർ പോർഷൻ ആയാലും കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. PSCക്ക് പഠിക്കുന്ന കുറച്ച് പോർഷൻസ് പഠിക്കുന്നുണ്ട്, ബാങ്കിന് പഠിക്കുന്ന കുറച്ച് പോർഷൻസ് പഠിക്കുന്നുണ്ട്, SSCക്ക് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഒരു കേറ്ററ്റ് പരീക്ഷ. അപ്പം അത്യാവശ്യം അതിനകത്ത് പഠിക്കാനുണ്ട്. 150 മാർക്കിൻ്റെ പരീക്ഷയാണ് എന്നുള്ള ധാരണ കൃത്യമായി ഉണ്ടാക്കുക. അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും നമ്മൾ പഠിച്ചിട്ട് കയറുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു കേറ്ററ്റ് പരീക്ഷ നമ്മൾ പാസ്സാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം 3 മണിക്കൂർ പെർ ഡെയിലി പഠിക്കാൻ വേണ്ടി, ഞാൻ പറയുന്നത് അറിവുകളിങ്ങനെ കണ്ടെഴുതി നോക്കി എഴുതി പഠിച്ച് ഓർത്ത് വെക്കാനായിട്ടല്ല, അതിന് പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് പഠിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. നോട്ട് എഴുതി വെച്ചാലും നമ്മളത് വായിക്കണം, നമ്മളതിൻ്റെ പരീക്ഷ എഴുതണം. ഇത് അത്യാവശ്യമാണല്ലോ. പഠിക്കാൻ വേണ്ടി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം കണ്ടെത്തിയാൽ മാത്രമാണ് ഉറപ്പിച്ച് പരീക്ഷാ ഹാളിൽ കയറുന്നതിനിപ്പുറം ഞാൻ ഈ പരീക്ഷ ജയിക്കും എന്ന് പറഞ്ഞിറങ്ങാൻ പറ്റുകയുള്ളൂ. അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്, ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഫസ്റ്റ് ചാൻസിൽ ഉറപ്പായും പാസ്സാക്കാം. മൂന്നാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞു, വലിയതാണ് പരീക്ഷ, പരീക്ഷയെ അറിഞ്ഞു പഠിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ഏത് സബ്ജക്റ്റാണോ ചൂസ് ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്നത് കൂടുതലും കൺഫ്യൂഷൻ വരുന്നത് കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് സയൻസ് ഏത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരോടും K3യുടെ അടുത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നവരോടുമാണ്. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് ഏത് വേണം, K3യിൽ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത്, ഇതിനെപ്പറ്റി ധാരണ നേരത്തെ ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ സോഷ്യലും സയൻസും പിന്നീട് ഒരിക്കലും പഠിച്ചു തുടങ്ങിയാൽ മാറ്റാതിരിക്കുക. അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ട് പകുതി വെച്ചിട്ട് ഞാൻ ഇനി സോഷ്യലിലോട്ട് പോകുന്നു, പകുതി വെച്ച് സയൻസിലോട്ട് പോകുന്നു എന്ന തീരുമാനം വേണ്ട. കൺസിസ്റ്റൻ്റായി തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ ലാംഗ്വേജും അതാണ്. അവർ കൂട്ടുകാർ വേറൊരു സബ്ജക്റ്റ് എടുത്തു, അപ്പോൾ എനിക്കും അത് എളുപ്പമാണെന്ന് തോന്നും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് പഠിക്കുക. ജനറൽ ഐഡിയ പറഞ്ഞുതരാം.
സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് അത്യാവശ്യം നന്നായി വായിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം വായിക്കാൻ ഇഷ്ടമാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് എന്നിവ തുടങ്ങിയ 8, 9, 10 വരെയുള്ള എല്ലാ പോർഷൻസും അവിടെ അടങ്ങിയിട്ടുണ്ടാകും ചോദ്യങ്ങളിൽ. അത് വായിച്ച് വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ഒരു കുഴപ്പവുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേറ്ററ്റ് 2 സോഷ്യൽ സയൻസ് കണ്ണുമടച്ചെടുക്കാം. പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതും നമ്മൾ പഠിച്ചെടുക്കണം. അതൊരു നന്നായിട്ട് പെഡഗോഗി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവിടെയും അതിന് ഒരു പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ, റിസോഴ്സസ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം 60 മാർക്കിൻ്റെ കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എടുക്കാം. പക്ഷേ കേറ്ററ്റ് കാറ്റഗറി 2 സയൻസ് എടുക്കുന്ന ഉദ്യോഗാർത്ഥി കൃത്യമായി മനസ്സിലാക്കിക്കോളൂ, കേറ്ററ്റ് കാറ്റഗറി 1ൻ്റെ കണക്കല്ല കേറ്ററ്റ് കാറ്റഗറി 2ൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ചെയ്തെടുക്കാനുള്ള കണക്കുകളാണ്. കോണുകളായാലും ടാൻജൻസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആയാലും, പിന്നെ അതോടൊപ്പം തന്നെ കോണിക് സെഷൻസ്, അത്യാവശ്യം പ്രോബ്ലംസ് നല്ല ലെവലിൽ ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ട്രിഗണോമെട്രി ഈ വക ലെവലിലേക്കൊക്കെ നമ്മൾ സാധാരണ PSCക്കോ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ചോദ്യങ്ങൾ തന്നെ അത്യാവശ്യം ഹയർ ലെവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ് കേറ്ററ്റ് കാറ്റഗറി 2 മാത്സ് എന്ന് പറയുന്നത്. സോ ദയവ് ചെയ്ത് അത് എളുപ്പമാവണേ എന്ന് വിചാരിച്ചതെടുക്കരുത്. പ്രിപ്പയർ ചെയ്ത ഒരു പ്രശ്നവുമില്ല, കണക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിൽ തന്നെ അതിനെ സമീപിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ വിഷയങ്ങളും അറിയുക. ഇനി K3 എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ആ വിഷയം നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, അതൊരു സുപ്രഭാതത്തിൽ പഠിക്കേണ്ട വിഷയമല്ല. നേരത്തെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേറ്ററ്റ് കാറ്റഗറി 3 ചില സമയങ്ങളിൽ സബ്ജക്റ്റ് ചില പ്രയാസങ്ങളിലൊക്കെ വരാറുണ്ട്. അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളെന്ന് പറയുമ്പം എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും അതോടൊപ്പം തന്നെ എന്തുമാണ്, ഈ പറയുന്ന ലാംഗ്വേജുമാണ്. അതും അതിൻ്റെ പെഡഗോഗി ക്വസ്റ്റ്യൻസും ഒക്കെ കൂടി ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ സഹായകരമാകുന്നത്. അപ്പോൾ ആ ടോപ്പപ്പ്, അതാണ് ഒരു ബാലൻസിങ് ആണ് അവിടെ. ഈ ടോപ്പപ്പ് മാർക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ സബ്ജക്റ്റുകൾ ഇടയ്ക്ക് മാറാനോ പ്രാക്ടീസ് ചെയ്യാതെ പരീക്ഷയ്ക്ക് കയറരുത്. 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പലപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസോടും പറയുന്നതാണ്, പരീക്ഷ ഇങ്ങനെ വരും. പരീക്ഷ വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ ഏതെങ്കിലും പബ്ലിക്കേഷൻ, ആനന്ദ് പബ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും മേടിക്കുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ ഈ ആൻസർ ഉണ്ടാവും. അത് നോക്കുന്നു പഠിക്കുന്നു, നോക്കുന്നു പഠിക്കുന്നു, നോക്കുന്നു പഠിക്കുന്നു. ഇതല്ല മോഡൽ എക്സാം എഴുതി നോക്കുന്നത്. 150 മാർക്കിൻ്റെ പരീക്ഷ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ചെയ്തു നോക്കണം. ടൈമർ വെച്ച് ഒരു 10 ചോദ്യ പേപ്പറെങ്കിലും ചെയ്തു നോക്കിയാൽ അവിടെ ചെല്ലുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പരീക്ഷയ്ക്ക് നെഗറ്റീവ് ഇല്ലാത്ത ഒരു പരീക്ഷയ്ക്ക് തോൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കാറില്ല. അതിനെ ടൈം മാനേജ് ചെയ്യാൻ പ്രോപ്പർലി പരിശീലിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5th ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, എന്ത് പഠിച്ചാലും റിവിഷൻ ചെയ്യുക. റെഗുലർലി റിവിഷൻ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക, അത് വെച്ച് നോക്കുക. ഒരു സിലബസ് ആദ്യം തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ പോർഷൻസ് നോക്കുക. മാറി വരുന്ന ട്രെൻഡുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ശേഷം പഠിക്കുന്നവരാണ് പരീക്ഷയിൽ തോൽക്കുന്നത്. പരീക്ഷയെ സീരിയസ് ആയിട്ട് സമീപിക്കുക. മുൻപിൽ വരുന്ന അവസരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ HSA എക്സാമാണ് വിളിച്ചത്. അടുത്തത് LP UP എക്സാം എന്ന് പറയുന്നത് അടുത്ത വർഷം ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അതായത് വീണ്ടും പുതിയ LP UP വിജ്ഞാപനം വരാൻ പോവുകയാണ്. അതിനുമിപ്പുറം നമ്മുടെ കയ്യിൽ കേറ്ററ്റ് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അതിനെന്താ ചെയ്യേണ്ടത്, പഠിക്കുക തന്നെ വേണം. അതിന് ഒരു എളുപ്പവഴിയുമില്ല. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇത് ഈ പറയുന്ന എല്ലാ സർവീസസുകളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനുണ്ട്. എന്താണ് അവിടെ വ്യത്യസ്തത എന്ന് പറയാൻ നമുക്കറിയാം. നമ്മളിപ്പം ഒരു ക്ലാസ്സിന് ഡയറക്റ്റ് പോയാൽ ശനിയോ ഞായറോ മാത്രം നമുക്കൊരു ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. ഇനി അതല്ല, നമ്മളൊരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് സൂം സെഷനിൽ മാത്രമാണ് എങ്കിൽ ദിവസങ്ങളോളം ക്ലാസ്സുകൾ എടുത്താലും ഈ പോർഷൻസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. അവിടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളിലെ എത്തിക്കുന്നത് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വർക്കൗട്ട്സ്, എക്സാംസ് ഇവയെല്ലാം നമുക്കിഷ്ടമുള്ള സമയത്ത് എത്ര സമയം വേണമെങ്കിലും കാണുന്ന രീതിയിൽ ആപ്പിൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ
ലൈവുകളായിട്ട് നിങ്ങളോട് സംവദിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ അധ്യാപകരെ എടുത്തു തരും. അപ്പം അതോടൊപ്പം തന്നെ ഓരോ മെൻറ്റർ ഉണ്ടാവും. ഒരാഴ്ചയിൽ പഠിച്ച ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പോലെ നിങ്ങൾ പഠിച്ചോ, പരീക്ഷ എഴുതിയില്ലേ നിങ്ങളെ വഴക്ക് പറയാനും ഒക്കെ അധ്യാപകരുണ്ടാകും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഏകദേശം ഓരോ പ്രോജക്റ്റിലും കേറ്ററ്റിൻ്റെ പ്രോജക്റ്റിലും 60-ലധികം അധ്യാപകരാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് 1-2 മാത്രമല്ല, 60-ലധികം അധ്യാപകർ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പുള്ള അധ്യാപകരെ കാണാം. ഡിഫറെൻറ്റ് ടൈപ്പുള്ള അധ്യാപകരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായും ലഭ്യമാകുന്നുണ്ട്. ഇത് ലഭ്യമാക്കുന്നത് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കുട്ടികൾ നിങ്ങൾക്ക് ഞങ്ങളുടെ റിസൾട്ട് പേജിൽ കയറി കഴിഞ്ഞാൽ നോക്കാൻ സാധിക്കും. ഒരുപാട് കുട്ടികൾ ഇത് പാസ്സാകുന്നുണ്ട്. തീർച്ചയായിട്ടും LP UP HSST ഒക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ കേട്ടിട്ടില്ലാതെ കുറേ നാളുകൊണ്ട് അലഞ്ഞു തിരിയുന്നു, ഇതൊക്കെ വെറും കഥകൾ മാത്രമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എനിക്കും കേറ്ററ്റ് കിട്ടി. ഞാൻ TTC പഠിച്ചത് അല്ലെങ്കിൽ B.Ed പഠിച്ചത് അധ്യാപികയാകാനാണ്. എനിക്കും ഒരു വരുമാന സ്രോതസ്സ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അധ്യാപകരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മികച്ച വരുമാനമാണ് ലഭിക്കാൻ പോകുന്നത്. ഏകദേശം 38,000 രൂപയിലധികമാണ് ഒരു LP ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങളുടേതാണ് അല്ലേ? പറഞ്ഞ് വീട്ടിലിരിക്കാതെ മുന്നോട്ടിറങ്ങുക. നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവസരങ്ങൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യട്ടെ. മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ അവസരം യൂസ് ചെയ്യും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എടുക്കണം. നിങ്ങൾ എന്തുകൊണ്ട് കേറ്റിട്ട് പാസ്സാകുന്നില്ല എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേറ്റിട്ട് പാസ്സാകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരുന്ന എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ അധ്യാപകരുടെയുണ്ട്. കേറ്ററ്റ് കെയർ എന്ന് പറയുന്ന CCയുടെ പ്രോഗ്രാമിലും രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്തോളൂ. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.